ജപ്പാനിലെ ഹൊക്കൈഡോയ്ക്ക് സമീപം 7.5 തീവ്രതയിൽ പ്രകമ്പനം രേഖപ്പെടുത്തിയതിന് പിന്നാലെ മറ്റൊരു അപൂർവ മുന്നറിയിപ്പ് പുറപ്പെടുവിപ്പിച്ചിരിക്കുകയാണ്. വൈകാതെ തന്നെ മെഗാ കൂക്ക് സംഭവിക്കുമെന്ന് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയായ JMI പറയുന്നു. നിലവിലെ ഭൂകമ്പത്തിൽ ചെറിയ നാശനഷ്ടങ്ങളും 34 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പരിമിതമായ ആഘാതങ്ങളാണ് ഉണ്ടാക്കിയതെങ്കിലും ഈ ഭൂകമ്പം മറ്റൊരു വലിയ ഭൂകമ്പത്തിനുള്ള സാധ്യത വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇതൊരു മുന്നറിയിപ്പാണ്, പ്രവചനമല്ല. 1% മാത്രം സാധ്യതയുള്ള ഒന്നാണെന്നും കാലാവസ്ഥാ ഏജൻസി വ്യക്തമാക്കുന്നു. 2011 20,000 പേരുടെ മരണത്തിനിടയാക്കിയ ഫുക്കുഷിമ ആണവ ദുരന്തത്തിന് തുടക്കമിട്ടത് ഭൂകമ്പമായിരുന്നു. അതിനാൽ തന്നെ ഏറ്റവും മോശം സാഹചര്യത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾക്ക് ഈ മുന്നറിയിപ്പ് സഹായകമാകുമെന്ന് അധികൃതർ കരുതുന്നു. അടുത്ത ആഴ്ചയ്ക്കുള്ള 8ൽ കൂടുതൽ തീവ്രതയുള്ള ഭൂകമ്പത്തിന് സാധ്യതയുണ്ട്. തീരദേശ മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ ഏജൻസി മുന്നറിയിപ്പ് നൽകി. ഹൊക്കൈഡോസാൻഡിക്കു മേഖലയിൽ മറ്റൊരു മെഗാ ക്യൂക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഇത് 98 അടി ഉയരമുള്ള സുനാമിക്ക് കാരണമാവുകയും ഇതിലൂടെ 1,99,000 പേർക്ക് ജീവൻ നഷ്ടമാവുകയും 2,20,000 കെട്ടിടങ്ങൾ തകരുകയും ഏകദേശം 31 ട്രില്യൺ yen സാമ്പത്തിക നഷ്ടവും ഉണ്ടായേക്കാം. ഭൂകമ്പ മാപിനിയിൽ നിന്ന് 8ന് മുകളിൽ തീവ്രത രേഖപ്പെടുത്തുന്ന ശക്തിയേറിയ ഭൂചലനത്തെയാണ് മെഗാ കൂക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്തരം വിനാശകരമായ ഭൂകമ്പങ്ങൾ വിരളമായി മാത്രമേ സംഭവിക്കാറുള്ളൂവെങ്കിലും വലിയ സുനാമികൾക്ക് ഇത് കാരണമാകാറുണ്ട്. ജപ്പാനിലെ നാൻകായ് ട്രെഞ്ച് മെഗാ ക്യൂക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള മേഖലയായി വിലയിരുത്തപ്പെടുന്നു.